ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബോട്ടിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതാണ് ഐറ്റം. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജ് കയറുന്നില്ല. ആ ഒരു ചാർജ് കയറുന്ന ആ ഒരു പിന്ന്, ആ ഒരു സോക്കറ്റ് ഒടിഞ്ഞുള്ളിലേക്ക് പോയി. അത് ഒരുപാട് പ്രഷറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം വിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കാനാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് അഴിച്ച് റിപ്പയർ ചെയ്ത് അത് ഫുള്ള് ആ പ്രശ്നം പരിഹരിക്കണ വീഡിയോ ആണ് നമ്മളിന്ന് ഈ യൂട്യൂബിൽ കാണുന്നത്. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ കൺട്രോളൊക്കെ വരുന്നത്. ഓൺ ഓഫ് മോഡ്, അതുപോലെ തന്നെ ഈ ഒരു മോഡ് മാറ്റില്ല, അങ്ങനത്തെ കൺട്രോൾ വരുന്നത് ഇവിടെയാണ്. ഇപ്പം ഇതിൻ്റെ അടിയിൽ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നതും ഓക്സ് വരുന്നതും. ഇത് 5 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റാണ് വരുന്നത്. പവർ സപ്ലൈ ആണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഇതിൻ്റെ അടുത്ത് കാണുന്നത് ഒരു ചാർജിങ് ഇൻഡിക്കേറ്റർ ലൈറ്റാണ്. ഒരു ചെറിയൊരു LED അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ശരിയാക്കണം. ഇതുപോലത്തെ സ്പീക്കറുകൾ നമുക്ക് വരാറുണ്ട്. ഇപ്പം ഇങ്ങനത്തെ സ്പീക്കറിൻ്റെ റിപ്പയറിങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, മുമ്പ് ചെയ്തതിലുണ്ട്. ഈ ഒരു സംഭവം അഴിക്കേണ്ടത് നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ റബ്ബറിൻ്റെ കോട്ടിങ്, ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കണം. ഈ ഒരു സൈഡിൽ നിന്ന് മാത്രമേ അത് അഴിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സൈഡ് ഒരു റബ്ബറാണ്, ഇതൊരു ഒട്ടിപ്പാണ് വരുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് മൂലയ്ക്ക് നമുക്കത് പതുക്കെ തുറന്നെടുക്കാൻ പറ്റും. അത് അഴിച്ചാലാണ് നമുക്ക് ഈ ഒരു സോക്കറ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അഴിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്തു. കണ്ട അതിൻ്റെ ബാക്കിലെ ഗമ്മ് കണ്ട, ഇതിപ്പോൾ എക്സ്ട്രാ ഗമ്മിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു സെൻറ്റർ ഭാഗത്തൊക്കെ വന്നാണ് അതൊക്കെ എക്സ്ട്രാ ഗമ്മ്. ഇവിടെ ഗമ്മ് ഉണ്ടാവാറില്ല സാധാരണ, ഈ ഒരു സൈഡിൽ മാത്രമേ ഗമ്മ് ഉണ്ടാവുള്ളൂ. ഈ ഒരു 4 സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ഒരു പാനൽ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊരു LED ഹോളാണ്, സ്ക്രൂ അല്ല സെൻറ്ററിലുള്ളത്. ബാക്കിയുള്ള ഹോളൊക്കെയും ആ കൺട്രോളും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്വിച്ചുകൾ. ഈ ഒരു സ്ക്രൂ അഴിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 4 സ്ക്രൂ അഴിച്ചെടുത്തു. ഇപ്പോൾ അത് ഇവിടെ 4 സ്ക്രൂ ഇരിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്തിരിക്കട്ടെ. ഈ ഒരു സ്ക്രൂ ഡ്രൈവറും നീക്കി വയ്ക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ചാർജർ കണക്ട് ചെയ്യുന്ന ഭാഗം, ആ ഒരു ഭാഗത്ത് നിന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കവറിങ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. പതുക്കെ ഒന്ന് പുറത്തേക്ക് തള്ളിയാൽ മതി. ഈ ഒരു കവറ് പഴിഞ്ഞു പോന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ വരുന്നത്. ഈ ഒരു ചാർജിങ്ങും ഈ ഒരു ഫുൾ കൺട്രോളുള്ള ബോർഡ് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ഭാഗവും നമുക്ക് കവറിങ്ങും ഇവിടുന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു ബോർഡിലാണ് എല്ലാ കൺട്രോളും വരുന്നത്. ഇതൊക്കെയാണ് സ്വിച്ച്. ഈ ഒരു 4 സ്ക്രൂകൾ വരുന്നുണ്ട്. ഈ സ്ക്രൂ അഴിച്ചാലാണ് നമുക്ക് ബോർഡ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയാണ് ഈ CC വരുന്നത്, ചാർജിങ് കണക്ടർ. അതുപോലെ തന്നെ ഈ ഒരു സാധനം കണ്ട ചെറുത്, ഇതാണ് ഇതിൻ്റെ മൈക്രോഫോൺ. ഇത് പുറത്തേക്കുള്ള ഒരു ഹോളിലേക്ക് വച്ചേക്കാണ്. നമ്മൾ ഈ ഒരു 4 സ്ക്രൂ അഴിച്ചു ബോർഡിൻ്റെ. ഈ ഒരു സ്വിച്ചിൽ പിടിച്ച് പതുക്കെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോർഡ് പുറത്തേക്ക് എടുക്കാം. ഇതിൽ വരുന്നത് ഈ ഒരു പ്ലഗ് ചെയ്യണ കണക്ടറാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ പ്ലഗ് ഊരി നമുക്ക് ബോർഡ് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലഗ് ഊരി കഴിഞ്ഞാൽ വയർ അതിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ട് നോക്കണം. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാനായിട്ട് കുറച്ച് പണിയുണ്ട്. അപ്പോൾ പ്ലഗ് ഊരി പുറത്ത് തന്നെ അത് വെക്കണം. വയർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടു. അപ്പോൾ ഇത് നോക്കിയാൽ കാണാൻ പറ്റും, സെല്ലോ ടാപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. മുമ്പ് ഇപ്പോൾ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, ഇത് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലോ ടാപ്പ് സാധാരണ ഉണ്ടാവാറില്ല, അത് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി അവർ 3 കൂട്ടി ഒട്ടിച്ചേക്കണതാണ് മുമ്പ് ചെയ്ത ആൾക്കാർ. ഈ ഒരു സോക്കറ്റ് നോക്കി കാണാൻ പറ്റും, ഇവിടെ ചെരിഞ്ഞിരിക്കുന്നുണ്ട്. അത് കുത്തി ഈ സൈഡിലേക്ക് തിരിഞ്ഞു പോയി. ഈ ഒരു പ്ലഗ് ഊരിയിട്ട് കാണാം. അപ്പം നമ്മളിപ്പോൾ ഈ പ്ലഗ് ഊരി എടുത്തു 3. ഇപ്പോൾ മാറ്റി വയ്ക്കും. കുറച്ചകത്തേക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ബോർഡിലാണല്ലോ വർക്ക്. കണ്ടോ, അത് ചെരിഞ്ഞിരിക്കണുണ്ടോ സോക്കറ്റ്. ഇപ്പോൾ ആ ഒരു മൂലയിലുള്ള സോൾഡറിങ് വിട്ടിട്ടില്ല, അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഊരിയെടുത്തു. ഇപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു അവസ്ഥ ഉണ്ടോ, അതിൻ്റെ ആ ഒരു ബേസ് ഉണ്ടല്ലോ, ഈ ഒരു കണക്ടർ, ഈ ഒരു CC എന്ന് നമ്മൾ പറയാം, ചാർജിങ് കണക്ടർ ഇരിക്കണ ആ ഒരു ബേസ് സോൾഡറിങ് ഇതൊന്നും ഇല്ലല്ലോ. ഇത് മുമ്പ് മാറിയേക്കണ CC ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കണ്ട ആ ഒരു അത്രയും ഭാഗം ഇല്ല. അപ്പോൾ നമുക്ക് ഈ 4 മൂലയ്ക്കാണ് അത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. 4 ആ ഒരു സോൾഡറിങ് കാണുന്നുണ്ടല്ലോ അവിടെ.
ഈ ഒരു ഇതാണ് ഇതിൻ്റെ ബോർഡ് വരുന്നത്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്ത് പുതിയ പിന്ന് വെക്കണം. നമ്മളത് പുതിയ പിന്ന് വെച്ചു. നോക്കിയാൽ കാണാൻ പറ്റും 4 സൈഡിൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും അത് കറക്റ്റായിട്ട് പിടിച്ചിരിക്കുള്ളൂ. അടിയിൽ ബേസ് ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ഉറപ്പുണ്ടാവില്ല. നമുക്ക് ഇനിയൊരു ഭാഗത്തുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് മാസ്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ UV ക്യൂറബിൾ സോൾഡറിങ് മാസ്ക് വെച്ച് മാസ്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറിയൊരു സപ്പോർട്ടും കൂടി അതിന് കിട്ടും. കുറച്ചും കൂടി ഒരു ബലം വരും. ആ ഒരു ലെഗുകൾ വിട്ടു പോകാണ്ടിരിക്കാൻ, ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ് വിട്ടു പോകാണ്ടിരിക്കാനൊക്കെ അത് ഹെൽപ്പ് ആവും. നമ്മളിപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UV ലൈറ്റ് അടിച്ച് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കുറച്ച് നേരം പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു സോൾഡറിങ് മാസ്ക് അവിടെ സെറ്റായി കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഒരു ഉറപ്പ് കിട്ടും. ഇതുപോലത്തെ വീഡിയോകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കും ഇതെങ്ങനെ ചെയ്യണേന്ന് അറിയാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോകളുണ്ട്. പല ഗാഡ്ജറ്റ്സും സ്മാർട്ട് വാച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ സെറ്റാക്കി എടുത്തേക്കാണ്. ഇപ്പം നല്ല ഉറപ്പായി. ഇനിയിപ്പോൾ സാധാരണ പോലെ ഉപയോഗിക്കണമല്ലൊന്നും കുഴപ്പമില്ല. ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് പോവും. സാധാരണ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നിന്നോളും. നമുക്കിനി തിരിച്ച് ആ ബോർഡിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു കണക്ഷൻസൊക്കെ സെറ്റ് ചെയ്ത് സ്ക്രൂ ഒക്കെ ചെയ്തെടുക്കണം. ഈ സൈഡല്ലല്ലോ, ഈ സൈഡിൽ ആ ഒരു വയറുകളൊക്കെ പ്ലഗ് ചെയ്തെടുത്ത് സ്ക്രൂ ചെയ്യാം. അതേപോലെ തന്നെ അങ്ങനെ ഇറക്കി വെച്ച് പ്ലഗ് ചെയ്തെടുക്കാം. ഞാൻ ഫോൺ താഴെ വെച്ചിട്ട് പ്ലഗ് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പം ഞാൻ പ്ലഗ് ചെയ്തെടുത്തേക്കാണ്. സ്ക്രൂ ഒക്കെ ഇട്ടു. വേണ്ട, ഈ ഒരു മൈക്രോഫോൺ ഇടുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ആ വയർ പുറത്തു കൂടെ ഇരിക്കണതായിരുന്നു. ഈ വയർ കറക്റ്റ് അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഇപ്പുറത്തേക്ക് ഇടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കവർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വയർ കട്ടായി പോകും. വേണ്ട, ആ ഒരു കറക്റ്റ് ആ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ വയർ ഇട്ടേക്കണത്. ഇനി ഒരു കവറിങ് നമുക്ക് വെച്ച് സ്ക്രൂ ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ വെക്കാനുള്ളൂ. ഇനി 4 സ്ക്രൂ ഇട്ട് സെറ്റാക്കാം. എല്ലാ സ്ക്രൂ ഇട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മൾ സെറ്റാക്കി സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തെടുത്തു. നമുക്ക് ഈ ഒരു ഗമ്മ് മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്ത് കളയണം. പഴയ ഗമ്മ് അത്യാവശ്യം ഒട്ടലുണ്ട്. എന്നാലും ഈ ഒരു ഗമ്മ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് മാക്സിമം ഫുള്ള് ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല. എന്നാലും കുറച്ച് ക്ലീൻ ചെയ്തിട്ട് പുതിയ ഗമ്മ് അപ്ലൈ ചെയ്ത് സെറ്റാക്കാം. ഇതിലും ഒരുപാട് അനാവശ്യമായിട്ട് ഗമ്മുണ്ട്. ഇതാണ് പഴയ CC കാണുന്നത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. മുമ്പ് എപ്പോഴും മാറിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കണക്ട് ചെയ്ത് നോക്കാം. ഇത് കണക്ട് ചെയ്തു. അതിൻ്റെ അടുത്തുള്ള ഒരു ചാർജിങ് ഇൻഡിക്കേറ്റർ കത്തുന്നത് കാണാൻ പറ്റും. ബ്രൈറ്റ്നസ് കുറച്ച് ഇപ്പോൾ കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ ഒന്നും കൂടി അത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടി കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അത് കത്തണുണ്ട്. ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്. ഈ ഒരു സ്പീക്കർ ഇതുകൊണ്ട് ഇപ്പോൾ ഫുള്ള് ചാർജ് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് ചാർജ് ഇട്ടിട്ട് നോക്കണം. പവറൊക്കെ കറക്റ്റ് വരുന്നുണ്ട്. പിന്നെ വെച്ചിട്ട് നമ്മളത് മൾട്ടിമീറ്ററിൽ നോക്കിയായിരുന്നു. ഇപ്പോൾ ഇത് ഓൺ ആവുന്നുണ്ട്. ഞാൻ ഈ ഒരു വോയിസ് ഓവർ മാത്രം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ മറ്റേ സൗണ്ടുകളൊന്നും കേൾക്കാൻ പറ്റില്ല. കാരണം വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് നോയ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോയുടെ നോയ്സ് കംപ്ലീറ്റ് കളഞ്ഞേക്കാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലുണ്ട്, കയറി കാണാം, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.